എമ്പുരാൻ റിലീസിന് ശേഷം കുറച്ചുപേർക്ക് നന്നായിട്ട് കുരു പൊട്ടിയിട്ടുണ്ട്. ആ സിനിമയുടെ തുടക്കത്തിലെ ടൈറ്റിൽ കാർഡിൽ കുറെ ഇൻസിഡൻസ് കാണിച്ചു പോകുന്നുണ്ട്. അതായത് ആദ്യത്തെ 40 മിനിറ്റിൽ ഫുൾ ഈ വർഗീയതയും വർഗീയ കലാപങ്ങളും പരിപാടിക്കാണ് കാണിക്കുന്നത്. ഇത് കണ്ടപ്പോഴത്തേക്ക് ഉടനെ ഇവരങ്ങ് വിചാരിക്കാണ് ഇതുവരെ തന്നെ ഉദ്ദേശിച്ചാണ്. അപ്പൊ അവർക്ക് സംഭവം അറിയാം ഇവർ ഈ പരിപാടികൾ കാണിക്കുന്ന ആൾക്കാരാണെന്നുള്ളത്. ഇതൊക്കെ ഈ നാട്ടിൽ നടന്ന സംഭവങ്ങളാണ്. പക്ഷെ ചിലർക്ക് ഇത് കണ്ടപ്പോഴത്തേക്ക് അങ്ങ് പൊട്ടി തുടങ്ങി കുരു. അതിനകത്ത് എവിടെയും അവരുടെ പേരോ അവരുടെ പാർട്ടിയുടെ പേരോ ഒന്നും പറയുന്നില്ല. പക്ഷെ അവര് തന്നെ സ്വയം അങ്ങ് തീരുമാനിക്കുകയാണ്, ഓ ഇത് നമുക്ക് കിട്ടാനുള്ള കൊട്ടെന്ന്. ഇനി പറഞ്ഞു വരുന്നത്, ഈ എമ്പുരാനിൽ ഈ വിഷയങ്ങൾ പറഞ്ഞപ്പോഴത്തേക്ക് ഇവർക്കൊക്കെ ഭയങ്കരമായിട്ട് കുരുപൊട്ടി. അപ്പൊ ഇവരെ ആവിഷ്കാര സ്വാതന്ത്ര്യം അവർ നോക്കുന്നില്ലേ? ഈ രാജ്യം മൊത്തം വൻ വിസിബിലിറ്റി കിട്ടുന്ന ഹിന്ദി ഭാഷയിൽ ഉള്ള എല്ലാ സംസ്ഥാനങ്ങളിലും പോയിട്ട് ഒരു പ്രൊപ്പഗാൻഡ പടം ഇറക്കി. അതിനകത്ത് കാണിക്കേണ്ട റിയൽ ഇൻസിഡൻസ് കാണിക്കുന്നതിനൊപ്പം അതിന് ഈ 32 എന്നൊക്കെയുള്ള കണക്കിന് 32,000 ആക്കി കാണിച്ചു. അതിനെ സപ്പോർട്ട് ചെയ്ത തന്തയില്ലാത്തവന്മാർ തന്നെയാണ് ഇപ്പം ഈ സിനിമയിൽ ഇത് കാണിച്ചപ്പോൾ കുരുപൊട്ടി ബഹിഷ്കരിക്കണമെന്ന് പറയുന്നത്. ഇവിടെ യുവമാരുടെ പാർട്ടിയിൽ തന്നെയുള്ള ബുദ്ധിയും വിവേകമുള്ള ആൾക്കാർ പറഞ്ഞിട്ടുണ്ട് സിനിമയായിട്ട് തന്നെ കാണണം. അങ്ങനെ ചിന്തിക്കാതെ നിങ്ങൾക്ക്. അല്ലാണ്ട് ഒരു പടം വരുമ്പോഴത്തേക്ക് ഉടനെ കിടന്ന് കുരച്ചോണ്ട് ഞങ്ങൾ ഉദ്ദേശിച്ചാണ് ഈ സിനിമ ബഹിഷ്കരിക്കണം. എന്തിനാടാ? ഐ ആം വിഷ്ണു ഫ്രം തിരുവനന്തപുരം.